നമ്മിൽ പലരും പലതരത്തിലുള്ള ഫിയർ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ ലളിതവും ശക്തവുമായ ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. ആദ്യം സുഖകരമായി ഇരിക്കുക. നിങ്ങളുടെ ശരീരം റിലാക്സ് ചെയ്യുക. പതുക്കെ കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. പതുക്കെ വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം നിശ്വാസവായു പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തോടും കൂടി നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകുന്നു, ശരീരം കൂടുതൽ റിലാക്സ് ആകുന്നു. ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഒരു ഭയം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ സംഭവത്തിനുള്ളിലേക്ക് പോകേണ്ട. ആ ഭയത്തെ ഒരു ചെറിയ മങ്ങലുള്ള സ്റ്റിൽ ഫ്രെയിം ഫോട്ടോ പോലെ മാത്രം കാണുക. ഇപ്പോൾ ആ ചിത്രത്തെ പതുക്കെ നിങ്ങളുടെ മുന്നിൽ നിന്നെടുത്ത് നിങ്ങളുടെ പുറകിലേക്ക് മാറ്റുക. ഇനി അതിനെ കൂടുതൽ ദൂരേക്ക് ഏകദേശം 3 മൈൽ അകലേക്ക് തള്ളിവിടുക. വീണ്ടും കുറച്ചും കൂടെ അകലേക്ക് തള്ളിവിടുക. ഇത് ഓരോ നിമിഷവും ചെറുതാകുന്നു, ചെറുതായി മങ്ങിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഒരു ചെറിയ പൊട്ടുപോലെ മാത്രം കാണാം. ഇപ്പോൾ ആ ചെറിയ പൊട്ട് നേരെ സൂര്യനിലേക്ക് യാത്ര ചെയ്യുന്നു. സൂര്യന്റെ അതിശക്തമായ പ്രകാശത്തിൽ അത് പൂർണ്ണമായും അലിഞ്ഞു പോകുന്നു, ഒരു അടയാളം പോലും അവശേഷിക്കാതെ. ഇപ്പോൾ സൂര്യനിൽ നിന്നും മനോഹരമായ ഒരു ഗോൾഡൻ ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ നേരെ ഒഴുകി വരുന്നു. ആ സ്വർണ്ണപ്രകാശം, ആ ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ ശിരസിലൂടെ കടന്ന് മുഖത്തേക്ക്, കഴുത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, വയറിലേക്ക്, കാലുകളിലേക്ക്, നിങ്ങളുടെ ശരീരം മുഴുവൻ ആ പ്രകാശം നിറയുന്നു. ആ പ്രകാശത്തോടൊപ്പം പുതിയ അനുഭവം നിങ്ങളിൽ നിറയുന്നു. വളരെ സമാധാനവും ശാന്തിയും ധൈര്യവും സുരക്ഷയും ആത്മവിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നു. ഇപ്പോൾ മനസ്സിൽ പതുക്കെ പറയാം. വലത്തുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹത്തോടെ, കരുണയോടെ നമ്മളോട് തന്നെ പറയാം, ഐ ആം സേഫ്, ഐ ചൂസ് പീസ്, ഫിയർ ഈസ് ലിവിങ് മീ, ഐ ആം സ്ട്രോങ്ങർ ദാൻ മൈ ഫിയർ. ഇനി ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നിമിഷം ആ പഴയ ഭയം എവിടെയാണ്? അത് പഴയതുപോലെ ശക്തമാണോ? അല്ലെങ്കിൽ മനസ്സ് കൂടുതൽ ലഘുവായിട്ടാണോ തോന്നുന്നത്? ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കുക. പതുക്കെ നിശ്വാസവായു പുറത്തേക്ക് പോകട്ടെ. കണ്ണുകൾ തുറന്ന് പ്രസൻസിലേക്ക് വരാം. ഓർമ്മിക്കുക, നമ്മൾ ജീവിതത്തെ നേരിട്ട് അനുഭവിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങളെയാണ് അനുഭവിക്കുന്നത്. നിങ്ങളുടെ ഫോക്കസ് മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അനുഭവവും മാറുന്നു. അനുഭവം മാറുമ്പോൾ നിങ്ങളുടെ ജീവിതവും പതുക്കെ മാറാൻ തുടങ്ങുന്നു. അതിനാൽ ഇന്ന് മുതൽ ഭയത്തിലല്ല, ഹോപ്പിലേക്ക് ഫോക്കസ് ചെയ്യാം. പോസിബിലിറ്റിയിലേക്ക് ശ്രദ്ധ ചെലുത്താം. നമ്മൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നമുക്ക് ഫോക്കസ് കൊടുക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ.